കടകംപള്ളിയുടെ അറസ്റ്റിന് ശേഷം വൻ സ്രാവുകൾ കുടുങ്ങുമോ എന്നാണ് പലരും ചോദിക്കുന്നത്. തീർച്ചയായിട്ടും കുടുങ്ങാതെ പറ്റില്ല ഇതിനകത്ത്. കാരണം കുറ്റം ചെയ്തവരെ ഏതായാലും ശിക്ഷിക്കപ്പെട്ടേ പറ്റുള്ളൂ. അതിനകത്ത് പാർട്ടിയുടെ ഉന്നതരായാലും ശരി, അത് ഒരു സംസ്ഥാന ഗവൺമെൻറ് ഏത് ഉന്നത പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്കാരായാലും ശരി, രാഷ്ട്രീയപരമായി പോസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഒക്കെ ഈ സ്വർണ്ണക്കൊള്ളയ്ക്കകത്ത് പങ്കുണ്ട് എന്ന് വന്നപ്പോൾ CPM അവരെ തള്ളിപ്പറയാതിരിക്കാൻ കഴിയില്ല. കുറ്റം ചെയ്തവർ അവർ അനുഭവിക്കട്ടെ, അല്ലാതെ അവരെ സംരക്ഷിക്കാൻ CPM ഇല്ല എന്ന് CPM പറഞ്ഞു കഴിഞ്ഞു. റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാർ ഒപ്പമുണ്ട്. സാർ എന്തായാലും ഏറെ കാത്തിരിപ്പിനൊടുവിലാണ് കടകംപള്ളിയെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരിക്കുന്നത്. അടുത്തതാരാണ്? വൻ സ്രാവുകൾ അറസ്റ്റിലാകുമോ? കടകംപള്ളിയുടെ അറസ്റ്റിന് ശേഷം വൻ സ്രാവുകൾ കുടുങ്ങുമോ എന്നാണ് പലരും ചോദിക്കുന്നത്. തീർച്ചയായിട്ടും കുടുങ്ങാതെ പറ്റില്ല ഇതിനകത്ത്. കാരണം കുറ്റം ചെയ്തവരെ ഏതായാലും ശിക്ഷിക്കപ്പെട്ടേ പറ്റുള്ളൂ. അതിനകത്ത് പാർട്ടിയുടെ ഉന്നതരായാലും ശരി, അത് ഒരു സംസ്ഥാന ഗവൺമെൻറ് ഏത് ഉന്നത പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്കാരായാലും ശരി, ആരൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നിയമവിരുദ്ധമായി ഇൻസ്ട്രക്ഷൻ കൊടുത്തത്, ആരെ രക്ഷിക്കാനാണ് അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻ വന്നത്, അങ്ങനെ വന്നത് SIT അതനുസരിച്ച് ആ കാര്യങ്ങൾ നീക്കിയിട്ടുണ്ടോ എന്ന് ഹൈക്കോടതി പരിശോധിക്കും. അതുകൊണ്ട് SITയുടെ നീക്കം സുതാര്യമായിരിക്കണം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. അതിനകത്ത് ഒരു ബാധ്യത സർക്കാരിനോട് ഇവർക്കില്ല. ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം കൃത്യമായി മുന്നോട്ട് നീങ്ങണം. അത് ഹൈക്കോടതി അത് കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് സർക്കാരിൻ്റെ ഇൻസ്ട്രക്ഷനൊന്നും അനുസരിക്കാൻ ഇവർക്ക് ബാധ്യതയില്ല. അല്ലെ തന്നെ ഒരു സർക്കാരിൻ്റെ നിയമവിരുദ്ധമായ രാഷ്ട്രീയപരമായ എടുക്കുന്ന തീരുമാനം അനുസരിക്കാൻ കേരളത്തിലെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും ബാധ്യതയില്ല. ഭരണഘടനാപരമായ രീതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതിന് വിപരീതമായി അതിന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുവന്ന ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായാലും ശരി, അവരതിൻ്റെ തിക്തഫലം അനുഭവിക്കും. അവർ പെൻഷൻ വാങ്ങാനുള്ള സാധ്യതയും വളരെ കുറവായിട്ടാണ് ഞാൻ കരുതുന്നത്. കാര്യങ്ങൾ ഇത്രയും എത്തിയ സാഹചര്യത്തിൽ ഇനിയും ഉദ്യോഗസ്ഥരെ പഴിചാരി രക്ഷപ്പെടാൻ പറ്റുമോ CPMന്? ഈ ശബരിമല സ്വർണ്ണ കവർച്ച വിവാദം ഉയർന്നപ്പോൾ തട്ടിപ്പ് ഉദ്യോഗസ്ഥ തലത്തിൽ സംഭവിച്ചതാണ് എന്ന നിലപാടാണ് തുടക്കം മുതൽ CPM സ്വീകരിച്ചിരുന്നത്. ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ജില്ലാ കമ്മിറ്റി അംഗം A. പത്മകുമാർ അറസ്റ്റിലാകുന്നത്. അയ്യപ്പന്റെ സ്വർണം കട്ടവർ ആരായാലും പാർട്ടി സംരക്ഷിക്കില്ല എന്ന നിലപാടിലേക്ക് അപ്പോഴാണ് CPM ചുവട് മാറ്റുന്നത്. ഇപ്പോൾ കടകംപള്ളിയിൽ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ. സർക്കാർ അതിനൊപ്പം പാർട്ടി CPM എന്ന പാർട്ടി പ്രതിരോധത്തിലായോ? CPM ഇതുവരെ ഉദ്യോഗസ്ഥരെ പഴിചാരിക്കൊണ്ട് തന്നെയായിരുന്നു ശബരിമല കൊള്ളയിൽ ഡിഫൻസ് തീർത്തുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് തൊട്ടു മുമ്പ് ആ ഒരു സ്റ്റാൻഡിൽ നിന്ന് അവർ പതുക്കെ മാറി. കാരണം രാഷ്ട്രീയപരമായി പോസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഒക്കെ ഈ സ്വർണ്ണക്കൊള്ളയ്ക്കകത്ത് പങ്കുണ്ട് എന്ന് വന്നപ്പോൾ CPM അവരെ തള്ളിപ്പറയാതിരിക്കാൻ കഴിയില്ല. കുറ്റം ചെയ്തവർ അവർ അനുഭവിക്കട്ടെ, അല്ലാതെ അവരെ സംരക്ഷിക്കാൻ CPM ഇല്ല എന്ന് CPM പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ദേവസ്വം ബോർഡ് കാര്യത്തിൽ നേരത്തെ ഉദ്യോഗസ്ഥന്മാരെ പുറത്ത് പഴിചാരിക്കൊണ്ടിരുന്ന CPM ഇപ്പോൾ അതിൽ നിന്ന് വ്യതിചലിച്ച് ഇപ്പോൾ അതിനകത്ത് രാഷ്ട്രീയക്കാരുടെ പോസ്റ്റിംഗ് അവരും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വന്നപ്പം അതിനകത്ത് പാർട്ടിയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നുള്ള കൃത്യമായ ഒരു മെസ്സേജ് പുറത്തേക്ക് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി പാർട്ടി സൂക്ഷിക്കണം. കാരണം അന്വേഷണം ഏതു വഴിക്കാണ് നീങ്ങുന്നതെന്ന് നമുക്ക് ഏകദേശം ബോധ്യം വന്നിട്ടുണ്ട്. പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം മേൽക്കീഴിലൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ പത്മകുമാർ ശിഷ്ടകാലം അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് എന്താണ് തനിക്ക് പറ്റിയത്, അല്ലെ തന്നെ കൊണ്ട് ചെയ്യിച്ചത് ആരാണ് എന്താണെന്ന് പത്മകുമാർ ഇനി കൃത്യമായി പറഞ്ഞേ വെക്കുള്ളൂ. അത് ഇതുവരെ SITയുടെ മുമ്പിൽ പറഞ്ഞോ ഇല്ലയോ നമുക്ക് ആർക്കും അറിയില്ല. പറഞ്ഞിട്ടുണ്ടാവാം. എന്തായാലും അത് കണക്കാക്കിയുള്ള അന്വേഷണം മുന്നോട്ട് പോയല്ലോ. മൊഴി രേഖപ്പെടുത്തി ഒരു വിദേശ വ്യവസായിയുടെ അടുത്ത് പഞ്ചലോക വിഗ്രഹം അല്ലെങ്കിൽ അതുപോലെ 3-4 വിഗ്രഹങ്ങൾ തൻ്റെ കൈവശമുണ്ട്, അത് വിലയ്ക്ക് കൊടുക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് അയാൾ അത് വേണ്ട എന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. പിന്നീട് ആ സാധനം എങ്ങോട്ട് പോയി, അയാൾ കൃത്യമായിട്ട് ഡി മണിയുടെ ഓഫീസിൻ്റെ അടുത്ത് ചാക്കിനകത്ത് ഈ പഞ്ചലോക വിഗ്രഹം ഇരിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ സാധനം അയാളുടെ കയ്യിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് അന്വേഷണം പാർട്ടിയുടെ എംപ്ലോയീസ് ലെവലിൽ മാത്രം ഒതുങ്ങില്ല, പാർട്ടി കേഡറിലേക്ക് വന്നു കഴിഞ്ഞു. പത്മകുമാർ മുൻ MLA ആണ് CPMൻ്റെ. അദ്ദേഹം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ്. അതുപോലെ സംസ്ഥാനത്തെ പാർട്ടിയുടെ ഉന്നത അംഗങ്ങളിൽ ഒരാൾ തന്നെയാണ് പത്മകുമാർ. വാസുവും അപ്രകാരം തന്നെയായിരുന്നു. അദ്ദേഹം പാർട്ടിക്കാരനാണ്.
ഇപ്പം കഴിഞ്ഞ ദിവസം വിജയകുമാർ എന്ന് പറഞ്ഞ ആളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടു. വിജയകുമാർ അഡീഷണൽ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തതാണ്. അദ്ദേഹം ലോക്കൽ കമ്മിറ്റി അംഗമാണ്. അത് സെക്രട്ടേറിയറ്റിലെ ഇടത് സംഘടനയുടെ 2 വർഷത്തെ നേതാവായിട്ട് വന്നയാളാണ്. അയാളിലേക്കും അന്വേഷണം മാറിയിട്ടുണ്ട്. അയാളെയും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സാർ, മറ്റൊരു കാര്യമുള്ളത്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡ് കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തിച്ചപ്പോൾ എല്ലാം അയ്യപ്പൻ നോക്കിക്കോളുമെന്നാണ് എ പത്മകുമാർ പറഞ്ഞത്. ദൈവതുല്യരായ പലരും പിന്നിലുണ്ട് എന്നും പറഞ്ഞിരുന്നു. അത് ആരാണ് എന്ന ചോദ്യത്തിന് വേട്ട നായ്ക്കൾ അല്ല എന്നാണ് പത്മകുമാർ മറുപടി പറഞ്ഞത്. പ്രതികളെല്ലാം പത്മകുമാറിന്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മറുചോദ്യം ഉന്നയിച്ചപ്പോൾ അയ്യപ്പൻ നോക്കിക്കോളും, ദൈവം തുല്യൻ ശവം തീനിയല്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരായിരിക്കും ഈ ദൈവതുല്യർ? പത്മകുമാറിനെ റിമാൻഡ് ചെയ്ത സന്ദർഭത്തിൽ പത്രക്കാർ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് അദ്ദേഹം വ്യക്തമായ ഉത്തരമല്ല നൽകുന്നത്. കൊണ്ടും കൊള്ളിയും വെച്ചിട്ട് അദ്ദേഹം ചില വാക്കുകൾ പറഞ്ഞു. എല്ലാം അയ്യപ്പൻ നോക്കിക്കൊള്ളും എന്നാണ് അദ്ദേഹം 2-3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞത്. അത് തന്നെയല്ല, അയ്യപ്പൻ നോക്കുന്നത് മാത്രമല്ല, താൻ ദൈവതുല്യം കഴിയവരാരും അവരാരും വേട്ടനായ്ക്കളല്ല എന്നിവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ ആലോചിച്ചെടുക്കേണ്ടി വരും. അയ്യപ്പൻ അതിൻ്റെ പിന്നാലെ പറഞ്ഞ അയ്യപ്പൻ അത് നോക്കിക്കൊള്ളും, ദൈവതുല്യർ ശവന്തീനിയിലല്ല എന്നിവിടെ പറഞ്ഞു. വലിയ അർത്ഥമാനങ്ങളുള്ള വാക്കുകളാണത്. 1-2 വാക്കുകൾ മാത്രം പറഞ്ഞാൽ മതി, അതിൻ്റെ അർത്ഥം നമുക്ക് കണ്ടെടുക്കാൻ കഴിയും. കാരണം അതൊക്കെ അദ്ദേഹം ഇതിൻ്റെ വേദനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന വാക്കുകളാണ്. അതുകൊണ്ട് ആ വാക്കുകൾക്ക് വലിയ മീനിങ്, വലിയ അർത്ഥങ്ങളുണ്ട്. അർത്ഥങ്ങൾ അടുത്ത 1-2 ആഴ്ചയ്ക്കാവും എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകും എന്നാണ് ഞാൻ കരുതുന്നത്. സാർ, ഇവിടെ ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ട്. അന്വേഷണ സംഘത്തിൽ 2 CI കൂടി ഉൾപ്പെടുത്താനാണ് തീരുമാനം. SITയുടെ ഈ ഒരു നീക്കത്തിന് പിന്നിൽ എന്തായിരിക്കും? കൂടുതൽ സ്ട്രോങ് ആക്കാനാണോ അന്വേഷണം? കൂടുതൽ സ്ട്രോങ് ആക്കാനാണോ ഇവരുടെ ഒരു നീക്കം? SIT ടീം 2 സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ സേവനം കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. കോടതി തീർച്ചയായിട്ടും അനുവദിക്കും. കാരണം ഇനി വളരെയധികം കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാനുണ്ട്. കാരണം ഡി മണിയെ കണ്ടെത്തി കഴിഞ്ഞു. ഡി മണിയെ അയാൾ തീർച്ചയായിട്ടും അത് ഇന്ത്യയിൽ നിന്ന് വിഗ്രഹങ്ങൾ വെളിയിലേക്ക് കടത്തുന്ന ആൾ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അയാൾ തന്നെയാണ് തന്നെ കണ്ടതെന്ന് ആ വിദേശ വ്യവസായി പറഞ്ഞും കഴിഞ്ഞു. അതുകൊണ്ട് ആൾ തെറ്റിയിട്ടില്ല. പക്ഷേ അയാൾ 2-3 ഫോൺ നമ്പർ ഉപയോഗിക്കുന്നതെല്ലാം മറ്റു പലരും പേരിലുള്ളതാണ്. നല്ല കള്ളനാണ് അയാളെന്ന് കൃത്യമാണ്. കാരണം ഡി മണിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പേരിലല്ല മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് പരിചയമുള്ള ചില ആൾക്കാരുടെ ഫോൺ നമ്പറാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. അതിലേക്കാണ് മെസ്സേജ് വരുന്നത്. തന്നിലേക്ക് അന്വേഷണം എത്താതിരിക്കാനും ഈ കള്ളക്കടത്ത് തന്നിലേക്ക് വരാതിരിക്കാനും. കാരണം ഡി മണിക്കറിയാം ഇത് പിടിക്കപ്പെട്ടാൽ താൻ ജയിലിലാവും, അകത്താവും. അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായ അടുത്ത കാലത്തുള്ള വളർച്ച ഭയാനകമായ രീതിയിലുള്ള വളർച്ച തന്നെയെന്ന് പറയേണ്ടി വരും. കാരണം അതുപോലെയുള്ള ഓഫീസും അതുപോലെയുള്ള സന്നാഹങ്ങളും സാമ്പത്തിക നേട്ടവും അദ്ദേഹം കൈവരിച്ചിരിക്കുന്നു. അത് ശബരിമല കൊള്ളയിൽ നിന്ന് തന്നെയാണോ ആ പണം വന്നിരിക്കുന്നത് എന്നാണ് അറിയേണ്ടത്. അതുകൊണ്ട് അന്വേഷണം വളച്ച് വിപുലമാക്കേണ്ടിയിരിക്കുന്നു. 2 SIമാരുടെ അല്ലെങ്കിൽ 2 സർക്കിളന്മാരുടെ സേവനം അടിയന്തരമായിട്ട് ഹൈക്കോടതി കൊടുക്കും. കാരണം അന്വേഷണം വളരെ വിപുലീകരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അറസ്റ്റിലേക്ക് 3-4 പേരിലേക്ക് ഇനി ഒതുങ്ങും. ബാക്കി ഡി മണിയും കള്ളക്കടത്തുകാരും അങ്ങനെയുള്ളവരുമായിട്ടുള്ള ആ ശൃംഖല ബ്രേക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിൽ നിന്ന് എന്തുമാത്രം പണം ഒഴുകി, ഏതൊക്കെ അക്കൗണ്ടിലാണ് പണം ഒഴുകിയത്, ആർക്കൊക്കെ പണം കിട്ടി, ബിനാമിയായിട്ട് ആരെങ്കിലും അക്കൗണ്ടിൽ പണം പോയോ, അത് ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മുഴുവൻ ഡി മണിയുടെ പരിശോധിക്കുന്നുണ്ട്. ബിനാമിയായിട്ടുള്ള അയാൾക്ക് അക്കൗണ്ടുണ്ട്. അവിടെ നിന്നൊക്കെ പണം എങ്ങോട്ടൊക്കെ ഇപ്പോൾ സഞ്ചരിച്ചു എന്ന് ഇവിടെ കണ്ടെത്തി കഴിയുമ്പം തീർച്ചയായിട്ടും ഉന്നതരായ പലരെയും അറസ്റ്റിലേക്ക് കൊണ്ടുവരേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. ഇനിയെങ്കിലും ഈ സ്വർണ്ണക്കൊള്ളയുടെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരുമോ? സ്വർണ്ണക്കൊള്ളയുടെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പോഴേ വന്നിരിക്കുന്നതും അറസ്റ്റുകളും ആ കണ്ടെത്തലും റിക്കവറിയൊക്കെ നമ്മൾ കണ്ടല്ലോ. ശബരിമല തീർച്ചയായിട്ടും അവിടെ മുഴുവൻ കൊള്ളയടിച്ച് കഴിഞ്ഞിരിക്കുന്നു. അത് മലയാളികളും കർണാടകക്കാരും അതുപോലെ തന്നെ തമിഴ്നാട്ടുകാരും ആന്ധ്രാക്കാരും സഹിക്കില്ല. എല്ലാവരും അയ്യപ്പ ഭക്തന്മാരാണ്. അതുകൊണ്ട് അയ്യപ്പൻ്റെ അവിടെ നിന്ന് അടിച്ചു മാറ്റിയ സ്വർണ്ണങ്ങളുടെ കണക്ക് ഇത്ര മാത്രമല്ല, പലരും അവിടെ പൂജയ്ക്കായിട്ടും അവിടെ സ്വർണം പൂശാനും വളരെ കിലോ കണക്കിന് സ്വർണം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കണക്കുകളൊന്നുമില്ല. കാരണം അത് നല്ലൊരു വരുമാനമായ മേഖലയാണ്. അതുകൊണ്ടാണ് ഈശ്വരവിശ്വാസമില്ല പല
CPM നേതാക്കന്മാരെയും ശബരിമല പ്രസിഡന്റായിട്ടും കമ്മിറ്റി അംഗങ്ങളായിട്ടും പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ പല സന്ദർഭത്തിലും പല ചാനലിൽ അത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈശ്വരവിശ്വാസമില്ലാത്ത CPMകാരെ എന്തുകൊണ്ടാണ് പ്രസിഡന്റും ശബരിമലയിൽ അവരെ അംഗങ്ങളും ആക്കുന്നത് എന്നാണ് ഞാൻ തുടക്കം മുതലേ ചോദിച്ചത്. അത് തീർച്ചയായിട്ടും അത് ഒഴിവാക്കണമായിരുന്നു പാർട്ടി. കാരണം പാർട്ടിയുടെ ഇമേജും പാർട്ടി ദൈവവിശ്വാസികളല്ല എന്ന് പൊതുവെ കേരളത്തിലെ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. അത് ശരിയുമാണ്. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ ശ്രമിച്ചതും CPM പാർട്ടിക്കാരാണ്. അതുകൊണ്ട് അതുപോലെയുള്ള ഒരു ശ്രമം നടത്തിയ പാർട്ടിയുടെ അണികളായിട്ട് നിൽക്കുന്നവർ തന്നെ ആണ് ശബരിമല കൊള്ള നടത്തിയതെന്നാണ് അതിൻ്റെ പ്രസക്തമായ ഉത്തരം. ഇവിടെ മറ്റൊരു കാര്യമുള്ളത്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാരണമാണ് കടകംപള്ളിയുടെ മൊഴിയെടുക്കൽ ഇത്രയും വൈകിയത് എന്ന ആക്ഷേപം ശക്തമാണ്. അതായത് തെരഞ്ഞെടുപ്പ് കാലത്ത് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നത് CPMന് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന് ഭയന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അങ്ങനെ സംഭവിച്ചോ? കടകംപള്ളിയുടെ മൊഴിയെടുക്കാൻ താമസിച്ചത് രാഷ്ട്രീയപരമായി CPMന്റെ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ട് തന്നെയാണ് അറസ്റ്റ് വൈകിയത് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. SIT അത് തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ കരുതുന്നു. കാരണം രാഷ്ട്രീയപരമായി വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി തന്നെയായിരിക്കും അറസ്റ്റ് അവർ താമസിപ്പിച്ചത്. എന്തായാലും സർക്കാരിൽ നിന്ന് 1-2 IPS ഓഫീസർമാർ കൃത്യമായി ഇവരിലേക്ക് സമ്മർദ്ദം ചെലുത്തുന്നു എന്ന വാർത്തയും വരുന്നുണ്ട്. ആ IPS ഓഫീസർമാർ ആരാണ് എന്ന് പ്രതിപക്ഷ നേതാവിന് അറിയാം. അവരുടെ പേര് വെളിപ്പെടുത്തും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അതെന്തോ ആയിക്കോട്ടെ, സർക്കാരിൻ്റെ താല്പര്യം ഈ ഇലക്ഷൻ, ഈ പഞ്ചായത്ത് കോർപ്പറേഷൻ ഇലക്ഷൻ സമയത്ത് അതൊരു രാഷ്ട്രീയപരമായ വിവാദമാക്കണ്ട എന്ന് കരുതിയിട്ടാവാം SITക്കാർ, അവർ സർക്കാരിൻ്റെ ജീവനക്കാരാണല്ലോ, അവർ സ്വല്പം അമാന്തം കാണിച്ചത്. അതുകൊണ്ടാണ് അറസ്റ്റ് താമസിച്ചത്, അല്ലെ ചോദ്യം ചെയ്യൽ താമസിച്ചതെന്നാണ് വാർത്ത വരുന്നത്. എന്നാൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അവിടെ SIT സ്വല്പം അമാന്തം കാണിച്ചെന്നു, അല്പം സ്ലോ ഡൗൺ ചെയ്തു എന്ന് തന്നെയാണ് നിരീക്ഷണം. അത് SITക്ക് ക്ഷീണമാണ്. അതുകൊണ്ട് SIT ഹൈക്കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ചും ഹൈക്കോടതിയെ അവരുടെ അതൃപ്തി ഇനി രേഖപ്പെടുത്താതെയും ആ ഹൈക്കോടതിയുടെ ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് എന്ന് SITക്ക് കൃത്യമായിട്ട് അറിയാം. SITക്ക് എന്താണ് അടുത്ത നടപടി ചെയ്യേണ്ടതെന്നും കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് SIT സൂക്ഷിക്കുക. കാരണം ഹൈക്കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ചും അതുപോലെ കൃത്യമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റെപ്പ് അറിയാവുന്ന SITയിലെ ശശിധരൻ IPSകാരനുണ്ട്. അത് തന്നെയല്ല വെങ്കടേഷും കൃത്യമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ അറിയാവുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് രണ്ടുപേരും അവരുടെ സംഘങ്ങളും കൃത്യമായി ഈ കാര്യത്തിലേക്ക് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുക. ആരെയും സൂചിപ്പിക്കാനോ ആരെയെങ്കിലും ആരെ പുറത്ത് പഴിചാരാനോ ആരെയെങ്കിലും നിയമവിരുദ്ധമായ ഇൻസ്ട്രക്ഷൻ അനുസരിക്കാനോ SITക്ക് ബാധ്യതയില്ല. SITക്ക് ബാധ്യത ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തന്നെയാണ് എന്നൊരു ഓർമ്മ വേണം. മുഖം നോക്കാതെ നടപടിയെടുക്കാൻ SITയുടെ ശശിധരനും വെങ്കടേശനും സാധിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഈ സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ മൊഴി അനുസരിച്ചാണ് അന്വേഷണ സംഘം കടകംപള്ളിയുടെയും മൊഴി രേഖപ്പെടുത്തിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അങ്ങനെ നോക്കുമ്പോൾ പത്മകുമാറിന്റെ മൊഴി കടകംപള്ളിക്ക് കുരുക്കായോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പത്മകുമാറിൻ്റെ അറസ്റ്റ്, അതിനുശേഷം അദ്ദേഹം ഹൈക്കോടതിയിലെ ജാമ്യത്തിന് മൂവ് ചെയ്ത് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചില്ല, റിമാൻഡിൽ തന്നെ. 90 ദിവസം കഴിഞ്ഞെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ജാമ്യത്തിന് ഒരു ക്ലെയിം ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിയുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഈ കേസിൻ്റെ പ്രത്യേക സാഹചര്യം കണക്കാക്കി 90 ദിവസം കഴിഞ്ഞാലും റിമാൻഡിൽ തുടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പത്മകുമാറിൻ്റെ അടുത്ത് റിമാൻഡ് കാലഘട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കുന്ന കഴിഞ്ഞ ദിവസം ചില ചോദ്യങ്ങൾ പത്രക്കാർ ചോദിച്ചപ്പം അദ്ദേഹത്തിന് പോലീസ് കസ്റ്റഡിയിലായതുകൊണ്ട് അതിന് കൃത്യമായൊരു ഉത്തരം രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും 1-2 വാക്കുകൾ അദ്ദേഹം പറയുകയും ചെയ്തു. അത് വളരെ കൃത്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പത്രക്കാർ നേരത്തെ അറസ്റ്റ് മുമ്പ് ചോദിച്ചപ്പം താൻ ദേവതുല്യമായി കരുതുന്ന പലരും അല്ലെങ്കിൽ കരുതുന്ന ഒരാൾ തന്നെ ചതിക്കുമെന്ന് താൻ കരുതിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വച്ചിരുന്നു. ആരാണ് ദേവതുല്യരായി അദ്ദേഹം കാണുന്ന വ്യക്തി? അത് കടകംപള്ളിയാണോ എന്നൊരു ചോദ്യം എറിഞ്ഞു പത്രക്കാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് പറഞ്ഞു, അങ്ങനെയുള്ള മാലിന്യങ്ങളോട് ഞാൻ സംസാരിക്കാറില്ല, അവരെ അനുസരിക്കാറില്ല. അതിൻ്റെ അർത്ഥം കടകംപള്ളിയിലല്ല കാര്യങ്ങൾ നിൽക്കുന്നത്, അതുക്ക് മേലെ എന്ന് നമ്മൾ സാധാരണ കളിയാക്കി പറയുമല്ലോ, അതുക്ക് മേലെ തന്നെയാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിലനിൽക്കുന്നത്. അതുകൊണ്ട് മാലിന്യങ്ങളോട് ഞാൻ സംസാരിക്കാറില്ല എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു വച്ചെങ്കിലും ആരെയാണ് ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് വ്യക്തമാണ്.
അതിൻ്റെ മുകളിലുള്ള സംസ്ഥാനത്തെ CPM-ൻ്റെ ഏറ്റവും ഉന്നതരായ 1-2 പേരെ തന്നെയാണ് ആ ചോദ്യത്തിൻ്റെ മറുപടിയിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് അന്വേഷണം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെയും മന്ത്രിമാരിലും ചെന്ന് നിൽക്കുമോ എന്ന് സംശയം തന്നെയാണ്. ആ ചോദ്യത്തിന് ഉത്തരം അതിൽ നിന്നാണ് മനസ്സിലാകുന്നത്. അത് പാർട്ടിയുടെ ഉന്നതരായ ആൾക്കാരിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നൊരു ധ്വനി തന്നെയാണ്. കാരണം അത് തന്നെയാണ് പത്മകുമാർ ഉദ്ദേശിക്കുന്നതും. പത്മകുമാർ ഈ രംഗത്ത് താനൊരു തെറ്റും ചെയ്തിട്ടില്ല, താൻ ദൈവതുല്യം കാണുന്ന പലരുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് താൻ പ്രവർത്തിച്ചു എന്നൊരു ധ്വനി തന്നെയല്ലേ അതിൽ നിന്ന് വരുന്നതെന്നാണ് ഞാൻ സംശയിക്കുന്നത്.